ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ അടുത്തത് ഇൻറ്റേർണൽ എക്സാമിനേഷൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. 6 ക്വസ്റ്റ്യൻസ് എഴുതണം. അത് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് 6 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എഡ്യൂക്കേഷണൽ റിഫോംസ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ് പീരീഡ്. ഇന്ത്യൻ എഡ്യൂക്കേഷണൽ റിഫോംസ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ എഡ്യൂക്കേഷണൽ റിഫോംസ് എന്താണ്? 120 വാക്കിലാണ് ഇത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു എഡ്യൂക്കേഷണൽ റിഫോം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വെഹിക്കിൾ ഫോർ ദ റിനൈസൻസ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു കാലഘട്ടമായിരുന്നു. അതായത് റിഫോമേഴ്സ് എപ്പോഴും, അതായത് നവോത്ഥാന നായകന്മാർ എപ്പോഴും മോഡേൺ വിദ്യാഭ്യാസത്തെയും സെക്യുലർ വിദ്യാഭ്യാസത്തെയൊക്കെ ഒരുപാട് അഡ്വക്കേറ്റ് ചെയ്തിട്ട്, ഒരുപാട് ഉയർത്തി പറഞ്ഞിട്ട് നമ്മുടെ മാതൃഭാഷയിൽ തന്നെ കാര്യങ്ങളെല്ലാം പഠിക്കണമെന്നും നമുക്ക് ഒരുപാട് നോളജുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന സിസ്റ്റം ഉണ്ടാക്കണമെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് ഉന്നതിയിലേക്ക് വരണം, വിദ്യാഭ്യാസ നിലവാരം ഉന്നതിയിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു ഏരിയയാണ്, ഒരു ടൈമാണ് റിഫോം, എഡ്യൂക്കേഷൻ റിഫോം എന്ന് നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടം. ഇതിനകത്ത് വിശ്വഭാരതി, അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ഓരോ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ, വലിയ പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റികൾ ഈ ഒരു വിദ്യാഭ്യാസത്തിനൊരു പുത്തനുണർവ് വേണമെന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയുന്നത് ഒരു കൾച്ചറലായിട്ടുള്ളൊരു മാറ്റം മാത്രമല്ല, നമ്മുടെ എല്ലാ മേഖലകളിലും ഒരു ട്രാൻസ്ഫർമേഷനാണ്. അതുപോലെ നമ്മുടെ ഇൻ്റലക്ച്വൽ ബൗദ്ധികപരമായിട്ടുള്ള കാര്യങ്ങളിൽ, നമ്മുടെ മോറൽ ഫൗണ്ടേഷൻസിനൊക്കെ പുതിയ മോഡേൺ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തിൽ അത് സഹായിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഓർത്തഡോക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ, അതുപോലെ ഓർത്തഡോക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ ചലഞ്ച് ചെയ്തു. മതത്തിൻ്റെ കുലീനതയും മതം വലിയവർക്കേ പറ്റുള്ളൂ എന്നുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചലഞ്ച് ചെയ്തിട്ട് റാഷണലിസത്തെ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറിനെ, നമ്മുടെ സ്വന്തം കൾച്ചറിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്തു. നമ്മുടെ ട്രഡീഷൻസിനെ, നമ്മുടെ ജനങ്ങളുടെ പുതിയ ഒരു ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി, ചരിത്രത്തിനൊരു ഏഡാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഇന്ത്യൻ ഡെമോക്രാറ്റി കണ്ടിന്യൂസ്ലി ഷേപ്പ് ചെയ്ത് വന്നത്, അതുപോലെ ഇന്ത്യൻ സെക്യുലറിസം ഷേപ്പ് ചെയ്ത് വന്നത്, പ്ലൂറലിസം ഷേപ്പ് ചെയ്ത് വന്നത്, ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള ഡെമോക്രറ്റി ആയാലും സെക്യുലറിസം ആയാലും പ്ലൂറലിസം ആയാലും എല്ലാത്തിൻ്റെയും ബേസ് കിടക്കുന്നത് ഇന്ത്യൻ റിനൈസൻസിനകത്താണ്. ഈ റിനൈസൻസ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ റിമൈൻഡറായിട്ട് സൊസൈറ്റിയിൽ എല്ലാ കോൺസെപ്റ്റ്സുകളെ റീജനറേറ്റ് ചെയ്ത് ഒന്നും കൂടെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇൻട്രോസ്പെക്ഷൻ നടത്തി, ഡയലോഗുകൾ നടത്തി, ക്രിയേറ്റീവ് സിന്തസിസ് നടത്തി പുതിയൊരു ഉണർവിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുവന്നത് ഇന്ത്യൻ റിനൈസൻസിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ റിഫോമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു വെഹിക്കിളാണ്. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം മോഡേൺ വിദ്യാഭ്യാസവുമായിട്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരു വഴി, അല്ലെങ്കിൽ ഒരു വാഹനമാണ് എഡ്യൂക്കേഷൻ റിഫോം എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജ്ഞാനയോഗ എന്ന് വെച്ചാൽ എന്താണ്? അല്ലെങ്കിൽ പാത്ത് ഓഫ് നോളജ്. ജ്ഞാനയോഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോളജ് ആൻഡ് വിസ്ഡം ആണ്, ഒരു പാത്താണ്. നമുക്ക് നോളജും വിസ്ഡവും ലഭിക്കുവാനുള്ളൊരു പാത്താണ് ജ്ഞാനയോഗ എന്ന് പറയുന്നത്. ഇതൊരു നമ്മളെ റീസൺ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സെൽഫ് എൻക്വയറി നടത്തുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് എൻക്വയറി എന്ന് വെച്ചാൽ ബോഡിയും സോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് നമ്മുടെ റീസൺ ഉപയോഗിച്ച്, നമ്മുടെ സെൽഫ് എൻക്വയറി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് സോൾ? ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീതയിലെ ജ്ഞാനയോഗ തന്നെയാണ് ഇത്. ഇറ്റ് ഈസ് അബൌട്ട് ടേണിങ് ഇൻ്റലക്ച്വൽ നോളജ് നമുക്ക് പ്രാക്ടിക്കൽ വിശുദ്ധത്തിലൂടെ, സ്വാമി വിവേകാനന്ദൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ വിശുദ്ധത്തിൻ്റെ സഹായത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റലക്ച്വൽ നോളജ് കിട്ടും. ഇൻ്റലക്ച്വൽ നോളജ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സോൾ. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് ഡിസ്ക്രിമിനേറ്റ്, സെൽഫ് അവെയർനെസ്, ഡീപ്പ് തിങ്കിങ് ഒക്കെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ജ്ഞാനയോഗ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് സ്പിരിച്വൽ ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ, നമ്മുടെ സെൽഫിൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ നാച്ചുറൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശങ്കരാചാര്യർ 4 മീൻസ് ഓഫ് ലിബറേഷൻ പറയുന്നുണ്ട് ജ്ഞാനയോഗയിൽ. വിവേക മീൻസ് ഡിസ്ക്രിമിനേഷൻ. വിവേക എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വാട്ട് ഈസ് റിയൽ ആൻഡ് ഇറ്റേണൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേക എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിമിനേഷൻ കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് റിയൽ, എന്താണ് അൺറിയൽ, എന്താണ് അനശ്വരമായ കാര്യം, എന്താണ് നശിച്ചു പോകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും, എന്താണ് വാട്ട് ഈസ് ബ്രഹ്മൻ്റെ റിയാലിറ്റി എന്താണ്, ബ്രഹ്മനാണോ നിലനിൽക്കുന്നത്, ബ്രഹ്മനാണ് എപ്പോഴും നിലനിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വിവേകയാണ്. ഇനി വൈരാഗ്യ മീൻസ് ഡിസ്പാഷൻ മീൻസ്
ആഫ്റ്റർ പ്രാക്ടീസിങ് വൺ ഷുഡ് ബി ഏബിൾ ടു ഡിസ്ചാർജ് എവറിത്തിങ് ടെമ്പററി. അതായത് നമ്മൾ വൈരാഗ്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് കാണുന്ന പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത് നമ്മൾ അതിൽ നിന്ന് അകന്നകന്ന് പോകും, ഡിസ്റ്റാച്ച് ചെയ്ത് പോകും. കാരണം എല്ലാം താൽക്കാലികമാണ്, ഒന്നും പെർമനൻ്റ് അല്ല എന്നുള്ള ഒരു ഐഡിയ, ഒരു നോളജ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് സത്സമ്പത്ത് മീൻസ് 6 വെർച്യൂസ് ആണ്. അതായത് സെയിം ട്രാങ്കുലിറ്റി ആയിട്ടുള്ള നമ്മുടെ സമ മീൻസ് നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ദമ മീൻസ് നമ്മളെ സെൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ഉപരാധി മീൻസ് സെൻസേഷൻ, നമ്മുടെ ആക്ടിവിറ്റികളെ നമ്മൾ ഇതിനെ റിനൗൺസിയേഷൻ ചെയ്യുന്ന ആക്ടിവിറ്റികളെയൊക്കെ, ഡ്യൂട്ടി ഇല്ലാത്ത സാധനങ്ങളെ എടുത്ത് കളയുന്നു. തിദക്ഷ മീൻസ് എൻഡുറൻസ് ചെയ്യുന്നു. ശ്രദ്ധ മീൻസ് നമ്മൾ വിശ്വാസം. സമാധാനം മീൻസ് നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് കോൺസെൻട്രേഷൻ. ഇതാണ് സമ്പത്ത് എന്ന് ശങ്കരാചാര്യർ പറയുന്നത്. പിന്നെ മുമുക്ഷുത്വം മീൻസ് നമ്മൾ മോക്ഷത്തിന് വേണ്ടി വളരെ ഇൻറ്റൻസിലി ഫോക്കസ് ചെയ്ത് നമ്മൾ ലിബറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ടെമ്പററി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നമ്മൾ മോക്ഷത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നു. ഇങ്ങനെ മോക്ഷത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ബർത്തും റീബർത്ത് എന്ന് പറഞ്ഞ സൈക്കിളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ മോക്ഷമില്ലാതെ കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ റീബർത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം മുമുക്ഷുത്വം മീൻസ് ഇൻറ്റൻസ്ലി ഫോക്കസ്ഡ് ടു ദ മോക്ഷത്തിൽ ഇൻറ്റൻസ്ലി ഫോക്കസ് ചെയ്യുന്നതിന് മുമുക്ഷത എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ, ഇനി കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ റിലീജിയൻ. ഇതൊരു എസ്സേ ആയിട്ട് വരാനും സാധ്യതയുള്ളതാണ്. ഞാൻ എസ്സേ നമ്മുടെ ബുക്കിലുണ്ട്. സ്വാമി വിവേകാനന്ദ യൂണിവേഴ്സൽ റിലീജിയനെ വിശ്വസിക്കുന്നത് റിലീജിയസ് ഓർഗനൈസേഷൻ ഈസ് ക്ലാഷ് ടു ഡിഫറെൻറ്റ്. അതായത് നമ്മൾ എപ്പോഴും കാണുന്നത് എല്ലാ റിലീജിയസ് ഓർഗനൈസേഷൻസും അവരവരെ വിശ്വാസങ്ങളിലെ ഒരു ഏറ്റവും ഉയർന്നതെന്ന് വെച്ചിട്ട് അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, ക്ലാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നോട്ട് എഫക്റ്റ് കോറസ്. പക്ഷേ ഇത് ഈ ക്ലാഷുകളോ അല്ലെങ്കിൽ ഈ വഴക്കോ ഈ വടിയോ ഒന്നും തന്നെ റിലീജിയൻ്റെ യഥാർത്ഥ കോർ എസൻസിനെ, യഥാർത്ഥ എയിമിനെ ഒന്നും എന്ത് ചെയ്യത്തില്ല, അഫക്റ്റ് ചെയ്യത്തേയില്ല. ഈ യൂണിവേഴ്സൽ റിലീജിയൻ എന്ന് പറയുന്നത് 2 കണ്ടീഷൻസ് ആണുള്ളത്. ഓപ്പൺ ടു ഓൾ പ്രൊവൈഡ് കംഫർട്ട്സ്. എല്ലാ മനുഷ്യരെയും ഒരു കംഫർട്ടായിട്ടുള്ള ഒരു വിശ്വാസം, കംഫർട്ടായിട്ടുള്ള ഒരു മുഖ്യധാര, ഒരു മതധാരയിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ വിവേകാനന്ദ എംഫസൈസ് ചെയ്യുന്നു നോട്ട് കോൺട്രഡിക്റ്റഡ് ബട്ട് കോംപ്ലിമെന്ററി ആണ്. അതായത് ഒരു കാരണം ഈച്ച് ഫോക്കസിങ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. നമ്മൾ ഈ മതങ്ങളെന്ന് പറയുന്നത് ഡിഫറൻറ്റ് വേദിയിലാണെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്ന ഒരൊറ്റ കാര്യമാണ്. മാൻ പ്രോഗ്രസ് ചെയ്യുന്നത് ട്രൂത്ത് ടു ഹയർ ട്രൂത്ത്, ഒരു സത്യത്തിൽ നിന്ന് ഹയർ ട്രൂത്തിലേക്ക് പോകുമ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രസ് ചെയ്യുന്നത്. ഇത് യൂണിവേഴ്സൽ റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു റിച്വൽസോ അല്ലെങ്കിൽ ഒരു ആരാധനാ ക്രമമോ ഒന്നുമല്ല. അതൊരു ഫിലോസഫിയാണ്. ഫിലോസഫി ഫോർ ഹോൾ ആണ്, ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. അദ്ദേഹം വിശ്വസിക്കുന്നത് വർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ്, ലേണിംഗ് മനസ്സിലാക്കുന്നത് സ്ക്രിപ്റ്റേഴ്സിൽ നിന്നൊക്കെയാണ്. പക്ഷേ യൂണിവേഴ്സൽ റിലീജിയൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ഓൾ ടൈപ്പ് ഓഫ് മൈൻഡ്, എല്ലാ രീതിയിലുള്ള മൈൻഡിലുള്ള ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യും, എല്ലാ ഹ്യൂമൻ നാച്ചറിനെ സാറ്റിസ്ഫൈ ചെയ്യും. ഫിലോസഫി, ഇമോഷൻസ്, വർക്ക്, മിസ്റ്റിസിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് യൂണിവേഴ്സൽ റിലീജിയൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് യൂണിവേഴ്സൽ റിലീജിയൻ അച്ചീവ്ഡ് ത്രൂ യോഗ for the workers, union of humanity, mystic union of lower, higher self, lower, union with God, ഇങ്ങനെയൊക്കെയുള്ള യൂണിയൻ വിത്ത് ഓൾ എക്സിസ്റ്റൻസ്, ഇങ്ങനെയൊക്കെയാണ് ഈ അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്ന യൂണിവേഴ്സൽ റിലീജിയൻ. ട്രൂ റിലീജിയൻ, അദ്ദേഹത്തിൻ്റെ ട്രൂ റിലീജിയൻ എന്ന് പറയുന്നത് ഇസ് എ സെൽഫ് റിയലൈസേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, മിയർ ഡോക്ട്രിൻ ഓർ ബിലീഫ്. അല്ലാതെ സെൽഫ് റിയലൈസ് ഹി സെഡ് ദാറ്റ് നോട്ട് ഒരു അതേ മതത്തിൻ്റെ ഡോക്ട്രിനോ മതത്തിൻ്റെ ബിലീഫോ അങ്ങനെയൊന്നും അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റിയലൈസേഷനും നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ട്രാൻസ്ഫോർമേഷനുമാണ് മതം എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി റോൾ ഓഫ് ഫിയർ അക്കോർഡിംഗ് ടു കൃഷ്ണമൂർത്തിയുടെ ഫിയറിനെ കുറിച്ച് അദ്ദേഹം വിശ്വസിക്കുന്നത് ഫിയർ കം ഫ്രം മൂവിങ് ബിറ്റ്വീൻ വാട്ട് ഈസ് സെർട്ടൺ അൺസെർട്ടൺ. അതായത് നമുക്കെപ്പോഴും ഫിയർ വരുന്നത് എന്താണ് സെർട്ടൺ, എന്താണ് അൺസെർട്ടൺ എന്ന ആ ഒരു 2 രീതി പാതയിലൂടെ നടന്നു പോകുമ്പോഴാണ്. ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ പറയുമ്പം, നമ്മുടെ ഡെത്തിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ ലോൺനെസ് പറയുമ്പോഴൊക്കെയാണ് നമുക്ക് ഫിയർ വരുന്നത്. ഫിയർ ഓൺലി ഇൻക്രീസസ് ഇറ്റ്. ഫിയർ റണ്ണിങ് ഫ്രം ഫിയർ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എക്സാമ്പിൾ, if we fear fail, avoid exam or fear grows, but facing the exam with understanding to overcome fear. അതായത് ഉദാഹരണത്തിന് നമ്മളൊരു പരീക്ഷയെക്കുറിച്ചുള്ള ഭയങ്കരമായ പേടിയിലിരിക്കുകയാണ്. ആ പേടി കൊണ്ട് നമ്മൾ ചിലപ്പം എന്ത് ചെയ്യും, എക്സാം നമ്മൾ അവോയ്ഡ് ചെയ്യും. പക്ഷേ ആ പേടിയിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ, ആ പേടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആ പരീക്ഷ എഴുതുക തന്നെ വേണം. പരാജയത്തെ പേടിച്ച് നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ നമുക്ക് ഭയം കൂടി വരികയാണ്. പരാജയത്തെ പേടിച്ച് നമ്മൾ മാറിപ്പോകുമ്പോൾ ആ പരീക്ഷയെ നേരിടാനുള്ള ഭയം നമുക്ക് കൂടുകയും നമ്മൾ ഒരിക്കലും ആ പരീക്ഷ
നേരിടാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യത്തുമില്ല. അപ്പോൾ പരീക്ഷയെ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് ആ ഭയത്തെയാണ് ജയിക്കാൻ കഴിയുന്നത്. ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒന്നുമല്ല. ഫ്രീഡം നമുക്ക് റിലീജിയൻ തരത്തില്ല, ട്രഡീഷൻ തരത്തില്ല, ലീഡേഴ്സ് തരത്തില്ല. ഫ്രീഡം നമുക്ക് തരുന്നത് എന്താണ്, നമ്മുടെ ചോയ്സസ് ആണ് ഫ്രീഡം എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രീഡം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീഡം വരുമ്പോഴത്തേക്ക് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം വരുമ്പോൾ നമുക്ക് ഫ്രഷ് ലീവ് ചെയ്യുന്നു, ലിമിറ്റ്ലെസ് ഫ്രീഡം തരുന്നു, ജീവിക്കാനുള്ള അവകാശം തരുന്നു. പക്ഷേ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ട്രാപ്പിഡ് വരുന്ന പാസ്റ്റും ഫ്യൂച്ചറും കൂടെ ട്രാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഫ്രീഡം തരുന്നത്. എനിക്ക് ഫ്രീഡം തരുമ്പോൾ ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യണം. എനിക്ക് ഫ്രീഡം തരുമ്പോൾ എൻ്റെ പാസ്റ്റ് ഞാൻ ഡെവലപ്പ് ചെയ്യണം. അത് വെൻ ദർ ഈസ് എ ഫ്രീഡം ദർ ഈസ് എ എനർജി. നമുക്ക് എപ്പോഴാണോ ഫ്രീഡം കൂടുമ്പോഴാണ് നമുക്ക് ഭയം വരുന്നു എന്നുള്ള രീതിയിലാണ്. ഫ്രീഡം ദർ ഈസ് എനർജി. ഫ്രീഡം നമുക്കൊരു എനർജിയാണ് തരുന്നത്. ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ക്യാൻ ഡു എനിത്തിങ് റോങ്. ഫ്രീഡം നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒന്നും തന്നെ തെറ്റായി ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല. നമുക്ക് ഫ്രീഡം ഉണ്ട്. കൃഷ്ണമൂർത്തി സെഡ് ദാറ്റ് ഫുൾ പാസ്റ്റ് മെമ്മറീസും സോഷ്യൽ കസ്റ്റംസും ബിലീഫും എല്ലാം ഫിയറും എല്ലാം നമുക്ക് ഫ്രീഡം കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. സെക്കൻഡ് ഹാൻഡ് പീപ്പിൾ ഹൂ ജസ്റ്റ് റിപ്പീറ്റ് അതേഴ്സ് ഓൾറെഡി. നമ്മൾ സാധാരണ ചെയ്യുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ ചെയ്ത കാര്യം അതേപോലെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. കൃഷ്ണമൂർത്തി ഫുൾ പാസ്റ്റ് മെമ്മറീസ് ആയിരിക്കും നമ്മൾ പുതിയതായിട്ടൊന്നും ചെയ്യത്തില്ല. സ്റ്റുഡൻസ് മേ വാണ്ട് ടു ലേൺ ആർട്ടിസ്റ്റ്. ഒരു കുട്ടിക്ക് ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ, പക്ഷെ അവൻ്റെ കുടുംബം ആഗ്രഹിച്ചത് അവൻ ഡോക്ടർ ആകണം. അങ്ങനെയാണ് വിദ്യാർത്ഥി വ്യക്തിപരമായ ആഗ്രഹങ്ങൾ സാമൂഹിക പ്രതീക്ഷയും തമ്മിൽ എപ്പോഴും ഒരു ആന്തരിക സംഘർഷത്തിൽ ജീവിക്കേണ്ടി വരും. അപ്പോൾ അവന് ഭയം ഉളവാകും. അതാണ് റൂൾ ഓഫ് ഫിയർ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് ഓഫ് ഇന്ത്യൻ റിനൈൻസൻസിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? ഇന്ത്യൻ റിനൈൻസൻസ് മൂവ്മെൻറ്റ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ കൾച്ചറൽ, സോഷ്യൽ, റിലീജിയസ്, ഇൻ്റലക്ച്വൽ അവേക്കനിങ് ഭയങ്കരമായ ഒരു മൂവ്മെൻറ്റാണ്. 19-ാം നൂറ്റാണ്ട് മുതൽ 20-ാം സെഞ്ചുറി വരെയാണ് ഇത് നിലനിന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന, ഇന്ത്യൻ സൊസൈറ്റിയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിന് പ്രകാരം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കൾച്ചർ അതെല്ലാം മുന്നോട്ട് കൊണ്ടുവരിക. ഇന്ത്യൻ സൊസൈറ്റി കാസ്റ്റ് സിസ്റ്റം, ചൈൽഡ് മാരേജ്, സതി, അൺടച്ചബിലിറ്റി തുടങ്ങിയ അനാചാരങ്ങളിൽ പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ബ്രിട്ടീഷുകാർ ഇവിടെ മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷുകാർ പ്രിന്റ് മീഡിയ കൊണ്ടുവരുന്നത്. അവർ പുതിയ ഐഡിയാസ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിൽ നിന്നും ഒക്കെ കൊണ്ടുവരുന്നത്. ഇത് നമ്മുടെ രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ, രവീന്ദ്രനാഥ് ടാഗോർ, ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ജിദ്ദു കൃഷ്ണമൂർത്തി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അരബിന്ദോ തുടങ്ങിയുള്ള നമ്മുടെ ഈ റിനൈൻസൻസിൻ്റെ നേതാക്കന്മാരെല്ലാം, റിനൈൻസൻസിൻ്റെ ചാമ്പ്യൻസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഏറ്റെടുക്കുകയും അവർ ഇന്ത്യൻ സ്പിരിച്വലിസത്തിനെ, മോറൽ വാല്യൂവിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഒപ്പം തന്നെ മോഡേൺ വാല്യൂസായ ഇക്വാളിറ്റി, ഫ്രീഡം, ട്രഡീഷണൽ തിങ്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരികയും ഈ പീരീഡ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുതിയൊരു സൊസൈറ്റി മോൾഡ് ചെയ്യാൻ, റിലീജിയസ് മോൾഡ് ചെയ്യാൻ, നാഷണൽ ഗുഡ് മോൾഡ് ചെയ്യാനൊക്കെയാണ് ഇന്ത്യൻ റിനൈൻസൻസിനെ സഹായിച്ചത്. ഇനി അടുത്തത് കർമ്മയോഗ എന്ന് വെച്ചാൽ എന്താണ്? കർമ്മയോഗ മീൻസ് ഇറ്റ് 4 പാത്ത് ഓഫ് ഗോഡ് റിയലൈസേഷനാണ്. നാല് പാത്തിൽ ഒരു പാത്താണ് ഇതെന്ന് പറയുന്നത്. കർമ്മവും യോഗയും കൂടെ ചേർത്തിട്ടുള്ളതാണ് കർമ്മയോഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മം ചെയ്യുക, സെൽഫ്ലെസ് ആക്ട് ചെയ്യുക. സ്വാമി വിവേകാനന്ദ ഓൾ ആക്ഷൻ, ഫിസിക്കൽ ആക്ഷൻ ആയാലും മെൻ്റൽ ആക്ഷൻ ആയാലും നമ്മളെ ക്യാരക്ടർ ഷേപ്പ് ചെയ്യും, നമ്മുടെ വില്ല് ഷേപ്പ് ചെയ്യും. നമ്മുടെ ഡ്യൂട്ടി സെൻസർലി ചെയ്ത, സെൽഫിഷ്നെസ് ആവാതെ, സെൽഫ് മോട്ടീവ് ഇല്ലാതെ നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്താൽ വി വിൽ പ്യൂരിഫൈ ദെയർ മൈൻഡ്. നമ്മുടെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യും, നമ്മുടെ സ്പിരിച്വാലിറ്റി ഗ്രോ ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് നിഷ്കാമകർമ്മ. ഭഗവത്ഗീതയിൽ നിഷ്കാമകർമ്മ എംഫസൈസ് ചെയ്യുന്നത്. വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഒറ്റ ഔട്ട്കം, അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു ട്രൂ കർമ്മയോഗി എപ്പോഴും ചെയ്യേണ്ടത് ഒരു കാരണവശാലും അതിൻ്റെ ഫലം ആഗ്രഹിക്കരുത്. സർവീസ് ചെയ്യുന്നതിൻ്റെ സന്തോഷം മാത്രമേ ആഗ്രഹിക്കാവുള്ളൂ. ട്രൂത്ത്, ലവ്, സെൽഫ് കൺട്രോൾ ഇതൊക്കെ ആഗ്രഹിക്കാവുള്ളൂ. ഇങ്ങനെയുള്ള വർക്കുകൾ നമ്മുടെ ഇന്നർ പീസ് വരും, നമ്മളെ മെൻ്റൽ ഇംപ്രഷൻസ് ഇമേജ് ചെയ്യാൻ സാധിക്കും. കർമ്മയോഗി എപ്പോഴും പെർഫെക്ഷൻ ഇൻ ആക്ഷൻ ആയിരിക്കും. ബോത്ത് ഇന്നറിലും ഔട്ടറിലും പെർഫെക്ഷൻ ഇൻ ആക്ഷൻ ആയിരിക്കും. അവ ഗോഡിനാണ് സാക്രിഫൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഡിറ്റാച്ച്മെൻറ്റ്, ഡിവോഷൻ, ഫ്രീഡം, ഈഗോ, പേഴ്സണൽ ഡിസയർ ഇതൊക്കെയാണ് കർമ്മയോഗി ചെയ്യുന്നത്. സ്വാമി ശിവാനന്ദ പറയുന്നുണ്ട്, ഗീവ് യുവർ ഹാൻഡ് ടു വർക്ക് ആൻഡ് കീപ്പ് യുവർ മൈൻഡ് ലോഡ്സ് ഫീറ്റ്. നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി നിങ്ങളുടെ കൈകൾ കൊടുക്കൂ, കൈകളുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യൂ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ശിവൻ്റെ പാദങ്ങളിലേക്ക് ചെല്ലൂ എന്നാണ് പറയുന്നത്. ഭഗവത്ഗീത സേസ് ദാറ്റ് വർക്ക് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ് ഫോർ സച്ച് ആക്ഷൻ അറ്റൈൻ സുപ്രീം. നമ്മൾ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ഫോർ വർക്ക് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ് ഫോർ ബൈ വിച്ച് സച്ച് ആക്ഷൻ ഒന്ന് അറ്റൈൻ സുപ്രീം. ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു പ്രത്യേക സെൽഫിഷ്നെസ് ഇല്ലാതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സുപ്രീമിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഓർഡിനറി വ്യക്തികൾക്ക് സ്പിരിച്വൽ പ്രാക്ടീസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗയാണ് കർമ്മയോഗ. അടുത്തത് ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതും നമ്മൾ കഴിഞ്ഞു.